പിറവം നഗരസഭയുടെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിനായുള്ള സ്ഥലമെടുപ്പിന് പിന്നിലുള്ള ചതിക്കുഴികൾ ഞെട്ടിപ്പിക്കുന്നതാണെന്ന് UDF നേതാക്കൾ. ഭരണപക്ഷത്തിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ 4.5 വർഷമായി യാതൊരു വികസന പ്രവർത്തനങ്ങളും നടത്താൻ കഴിയാത്ത ഒരു ഭരണമാണ് പിറവത്തുള്ളതെന്ന് UDF നേതാക്കൾ പിറവം നഗരസഭയിൽ കൂടിയ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. കണ്ണീറ്റുമലയിലെ പടക്ക സംഭരണശാലയ്ക്കെതിരെയും പിറവം ടൗണിൽ പ്രവർത്തിക്കുന്ന പടക്ക വിപണന കേന്ദ്രത്തിനെതിരെയും നഗരസഭയും സ്ഥാപന ഉടമകളും തമ്മിൽ കോടതിയിൽ കേസ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വ്യക്തിയുടെയും ബിനാമികളുടെയും പേരിലുള്ള സ്ഥലം മാലിന്യ പ്ലാന്റായി എടുക്കുന്നതിന് പിന്നിലുള്ള ദുരൂഹത നഗരസഭയിലെ 6ാം ഡിവിഷനിലെ കൗൺസിലർ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ പരാതി നൽകിയിട്ടും മാലിന്യ കൂമ്പാരം നീക്കം ചെയ്യുവാൻ നടപടിയെടുക്കാത്ത സാഹചര്യം, ലൈഫ് ഭവന പദ്ധതിയിലോ മറ്റോ ഉൾപ്പെടുത്തി സാധാരണക്കാരന് വീട് നിർമ്മിച്ച് നൽകാത്ത സാഹചര്യം തുടങ്ങി ഭരണപക്ഷത്തിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു പിറവത്ത് UDF നേതാക്കൾ വാർത്താസമ്മേളനം നടത്തിയത്. എല്ലാ മേഖലകളിലും വികസനം വെറും പ്രഖ്യാപനങ്ങൾ മാത്രമാണെന്നും നഗരസഭാ ഭരണം അധപ്പതിച്ചിരിക്കുകയാണെന്നും നേതാക്കൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. സമ്മേളനത്തിൽ DCC സെക്രട്ടറി KR പ്രദീപ് കുമാർ, പ്രതിപക്ഷ നേതാവ് തോമസ് മല്ലിപ്പുറം, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അരുൺ കല്ലറയ്ക്കൽ, UDF ചെയർമാൻ ഷാജു ഇലഞ്ഞിമറ്റം, ഡോമി ചിറപ്പുറം, കൗൺസിലർമാരായ പ്രശാന്ത് മമ്പുറം, സന്തോഷ് വാഴപ്പിള്ളിൽ, ജോജിമോ ചാരുപ്ലാവിൽ, വത്സല വർഗീസ്, ജിൻസി രാജു, അന്നമ്മ ഡോമി, ബബിത ശ്രീജി, സിനി ജോയ് തുടങ്ങിയവർ പങ്കെടുത്തു. നമുക്ക് ഏത് വിഷയവും ഫ്ലോറിൽ ചർച്ച ചെയ്യുന്നതിന് ഞങ്ങൾക്ക് യാതൊരു മടിയോ ആശങ്കയോ പേടിയോ ഇല്ല. പക്ഷേ അജണ്ടയിൽ വെക്കാത്ത ഒരു കാര്യം അവസാനം സപ്ലിമെന്ററി അജണ്ട എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് ഏതാണ്ട് കൗൺസിൽ തീരുന്നതിന് 5 മിനിറ്റ് മുമ്പാണ് ഈ സംഗതി കൊണ്ടുതരുന്നത്. അതൊന്ന് വായിച്ചു നോക്കുന്നതിന് പോലും അവസരം കിട്ടുന്നില്ല. അപ്പോൾ ക്രമവിരുദ്ധമായിട്ട് ഇങ്ങനെയുള്ള അജണ്ടകൾ ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറല്ല. അതുകൊണ്ട് ഞങ്ങൾ കൗൺസിൽ യോഗം ബഹിഷ്കരിക്കുന്നു എന്ന് പറഞ്ഞാണ് ഞങ്ങൾ UDF കൗൺസിൽ യോഗം ബഹിഷ്കരിച്ച് പുറത്തേക്ക് പോകുന്നത്. അല്ലാതെ അതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ എന്നെ കുറിച്ച് ഭയങ്കര ആരോപണമാണ്. തോമസ് മല്ലിപ്പുറം ഒളിച്ചോടി എന്നും പറഞ്ഞ് അവിടെ ആർക്ക് ഉല്ലസിച്ച് അട്ടഹസിച്ചുകൊണ്ട് നമ്മുടെ കൗൺസിലർമാർ LDF കൗൺസിലർമാരൊക്കെ വളരെ ആഹ്ലാദ പ്രകടനം നടത്തുന്നതായിട്ട് കണ്ടു. ഞാൻ ഒളിച്ചോടിയതല്ല, കൃത്യമായിട്ട് ഇറങ്ങിപ്പോകുന്നതിനുള്ള കാരണം വളരെ വ്യക്തമായി അവിടെ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ കൗൺസിൽ യോഗം ബഹിഷ്കരിക്കുന്നതെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നതിന് ഒരു പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾക്ക് സഭയിൽ അവകാശമുണ്ട്. ഒരു ജനാധിപത്യ സഭയിൽ സഭ ബഹിഷ്കരിക്കുന്നതിനും സഭയിൽ കയറിയിരിക്കുന്നതിനും ഒക്കെ അവകാശമുണ്ട്. അപ്പോൾ ചില പ്രതിഷേധം ശക്തമാകുമ്പോൾ അതിൽ വാക്കൗട്ടൊക്കെ നടത്തുന്ന സർവ്വസാധാരണമാണ്. ഇടതുപക്ഷം പ്രതിപക്ഷത്തിരുന്ന കാലഘട്ടത്തിലും ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന ഒരു സംഭവം മാത്രം എടുത്ത് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് UDFിനെതിരെയും കൗൺസിലിലെ UDF നേതൃത്വത്തിനെതിരെയും മോശമായ രീതിയിലുള്ള പ്രചരണം നടത്തുന്നത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇന്നലെ നടന്ന പത്രസമ്മേളനത്തിൽ രസകരമായ ചില ആരോപണങ്ങൾ ഇടതുപക്ഷത്തിന്റെ നേതൃത്വം ഉന്നയിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് പ്രധാനമായിട്ട് പറഞ്ഞത് UDFിന്റെ നേതൃത്വത്തിന് മനോനില തെറ്റിയത്. ഞങ്ങൾക്കത് കണ്ടപ്പോഴത്തേക്കും സഹതാപമാണ് അവരോട് തോന്നിയത്. കഴിഞ്ഞ 4.5 വർഷമായി ഇടതുപക്ഷം നേതൃത്വം നൽകുന്ന മുനിസിപ്പൽ ഭരണസമിതി പിറവത്ത് അധികാരത്തിലിരിക്കുകയാണ്. അവർ ഓരോ വിഷയങ്ങളിലും ജനങ്ങളെ ബാധിക്കുന്ന നിരവധിയായ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അതിനൊരു പരിഹാരവുമാണ് അത് ഒളിച്ചോട്ടം നടത്തുകയാണ് ഉണ്ടായത്. എത്രയോ ആരോപണങ്ങൾ ജനങ്ങളെ ബാധിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങൾ UDFിന്റെ നേതൃത്വം ഇവിടെ ഈ സഭയിൽ ഉന്നയിച്ചു. അതിനെതിരെയൊക്കെ മുഖം തിരിഞ്ഞു നിൽക്കുകയും കൃത്യമായ മറുപടി പറയാതെയും ഒളിച്ചോടുകയാണ് ഭരണപക്ഷം ചെയ്തിട്ടുള്ളത്. നമ്മൾ ആരെങ്കിലും പ്രതിഭാഗത്തുള്ള വ്യക്തിയുടെ കയ്യിൽ നിന്നും വാദിഭാഗത്തുള്ള വ്യക്തികൾ ഏതെങ്കിലും തരത്തിലുള്ള സ്ഥലമിടപാടുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപാടുകളോ നടത്തുവാൻ ഈ നാട്ടിൽ ആരെങ്കിലും പോകും. അപ്പോൾ അങ്ങനെ പ്രതിഭാഗത്തുള്ള വ്യക്തിയുടെ കയ്യിൽ നിന്നും പിറവം നഗരസഭ ഈ സ്ഥലം ഏറ്റെടുത്തുവെങ്കിൽ പിന്നീട് കോടതിയിൽ നിലനിൽക്കുന്ന ഈ വ്യക്തിക്കെതിരെയുള്ള കേസുകൾക്ക് എന്ത് വിശ്വാസ്യതയാണ് ഉള്ളത് എന്നാണ് നമുക്ക് ഈ അവസരത്തിൽ ചോദിക്കാറുള്ളത്. അതിന് പിറവം നഗരസഭ ഭരണസമിതി മറുപടി പറയണം. കാരണം ഇവിടെ തോമസ് സാർ അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അതിലേക്ക് കടന്നു പോകുന്നില്ല. യാതൊരു തരത്തിലുള്ള വിശ്വാസ്യതയും ഇല്ലാതെ ഇവിടെ കോടതിയിൽ വക്കീലിനെ നിയമിക്കുന്നത് പിറവം നഗരസഭയാണെങ്കിൽ ആ വക്കീലിനുള്ള ഫീസ് കൊടുക്കുന്നത് ഇവിടുത്തെ സാധാരണക്കാർ നൽകുന്ന നികുതി പണം കൊണ്ടാണ്. അല്ലാതെ അവിടെ പോയി പ്രഹസനം കാണിച്ച് നഗരസഭയുടെ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയല്ല.
കോടതിയിൽ ഇത്തരത്തിലുള്ള കേസുകൾക്ക് യാതൊരു വിശ്വാസമില്ലാത്ത അവസ്ഥയിലേക്ക് പിറവം നഗരസഭ ഭരണസമിതി എത്തിച്ചിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പിറവം. ആശങ്കകളില്ലാതെ ഇനി നിങ്ങളുടെ പ്രസവകാലം ആഘോഷിക്കാം പാലാരിവട്ടം ഡോക്ടേഴ്സ് ഹോസ്പിറ്റലിൽ. വേദനരഹിത പ്രസവം, വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ സമ്പൂർണ്ണ ഗർഭകാല പരിചരണം, അത്യാധുനിക ലേബർ റൂം കൂടാതെ 9,999 രൂപയുടെ സ്പെഷ്യൽ ഡെലിവറി പാക്കേജും. കേരളത്തിലെ മികച്ച ഗൈനക്കോളജിസ്റ്റ് സേവനങ്ങൾക്കായി സമീപിക്കാം പാലാരിവട്ടം ഡോക്ടേഴ്സ് ഹോസ്പിറ്റൽ.